മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞ കൊല്ലത്ത് ഇച്ചിരി ഉള്ളിലൊരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഐലൻഡുകളാണ്, നമുക്ക് പാലങ്ങളൊന്നുമില്ല, വെള്ളമില്ലെങ്കിൽ നമ്മൾ പെട്ടാവും. ഒരു കുഞ്ഞി കരിക്കാടി തുള്ളണ പോലെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ചെമ്മീൻ ഇങ്ങനെ കുഞ്ഞിനെയാണ് കരിക്കാടി മതി. അപ്പോൾ അതിങ്ങനെ കിടന്ന് ബ്ലു ബ്ലു ബ്ലൂ എന്നും പറഞ്ഞ ആളുണ്ട്. നമ്മളെ പൊന്മാലിൽ ബ്രൈഡാത്തി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്, ഇങ്ങനെ ബ്രൈഡിനെയും പെണ്ണാത്തി എന്നൊക്കെ വിളിക്കുന്ന പോലെ ചുരുക്കി ബ്രൈഡാത്തി. അപ്പോൾ എനിക്ക് അങ്ങനെ വാക്കുകൾ ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഒരു പുളിയും, അതാണ് അതിനിടയ്ക്ക് കണ്ണാടി കണ്ണിറക്കി മുന്നാലെ കണ്ടയുടൻ സൂപ്പർ ഇപ്പോൾ അശുഭമംഗളക്കാരി എന്ന് പറഞ്ഞ സാധനം. അത് വരി ആദ്യം എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയണേ, ഇങ്ങനെ ഒരു വരി നമുക്ക് ഹുക്കായിട്ട് വെക്കാൻ പറ്റും, എന്നിട്ട് അതിന് ചുറ്റിനൊരു പാട്ടം ഉണ്ടാക്കണം. അപ്പോൾ അവൻ പറഞ്ഞാൽ ഞങ്ങളൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് പ്രൊഡക്ഷനാണ്, തമിഴ്നാട്ടിൽ ദിനങ്ങളെന്ന് നൽകി. പാട്ടെങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു പ്രാർത്ഥന സ്വഭാവം വേണം. പക്ഷെ അതിനൊരു നാടക ഗാനങ്ങളുടെയൊക്കെ സൗണ്ടിങ്. അപ്പം വിദ്യാധര മാഷിൻ്റെ കാര്യം ജസ്റ്റ് വന്നു, അല്ല പുള്ളി അതെയാണ് ഇതൊക്കെ വർക്കാവും, എന്തൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം, കൗമുദി മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സുഹേൽ കോയാണ്. ഹായ്, വെൽക്കം. നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ആലപ്പുഴ ജിങ്കാനയാണല്ലേ ഏറ്റവും പുതിയ വിശേഷം. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ എഴുതിയ ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു ആലപ്പുഴ ജിങ്കാനയിലൊരു ജേണി? അടിപൊളിയായിരുന്നു. അത് ഞാനും വിഷ്ണുവും കൂടെ പ്രേമലു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഒരുമിച്ചിരിക്കുന്ന ഒരിതാണ്. പിന്നെ അതിൻ്റെ അത് ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നൈ തന്നെ ഇരുന്ന്, സാധാരണ ഞാൻ കൊച്ചിയിലിരിക്കും വർക്ക് ചെയ്യും, അവൻ ചെന്നൈയിൽ നിന്ന് വർക്ക് ചെയ്യും, അങ്ങനെ ഞങ്ങൾ റിമോട്ട്ലി വർക്ക് ചെയ്താൽ. ഇത്തവണ പക്ഷേ ഒരുമിച്ച് പോയി അവിടെ തന്നെ താമസിച്ച് ഞങ്ങളിരുന്ന് എല്ലാം അങ്ങനെ സ്ക്രാച്ച് ചെയ്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അനുഭവമുള്ളൂ. കാരണം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നാകാൻ പറ്റും സിനിമയ്ക്കകത്ത്. എല്ലാ ദിവസവും അവൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പം റഹ്മാനും ഉണ്ടായിരുന്നു, കാലത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എന്താ വേണ്ടതെന്നൊക്കെ ഭയങ്കര ക്ലിയറാണ്. നമുക്ക് മറ്റേത് ഓക്കെ ഫോണിൽ കൂടെ അയച്ചു തന്നു, നമ്മൾ പിന്നെ വിളിച്ച് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ലോസ് ആവില്ല അങ്ങനെ ഇടയ്ക്ക്. ഇത് പക്ഷേ ഒരുമിച്ചുള്ളതുകൊണ്ട് നമുക്ക് അപ്പം തിരുത്താം, കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ വെച്ചാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ചർച്ച ചെയ്ത് എപ്പോഴും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പോകാൻ പറ്റും. ഇതിലിപ്പോൾ റഹ്മാൻ ഇപ്പം ഓരോ എവരിഡേ അങ്ങനെ ഓരോ സോങ്ങിനും വേണ്ടിയിട്ട് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തത്? അല്ല, ആദ്യം ഇപ്പം ഇതിൻ്റെ ഷൂട്ട് കണ്ടിട്ട് അവൻ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഒരു ക്രഷാണ്, ലവ് ഒന്നും പറയേ വേണ്ട, ജസ്റ്റ് ഇങ്ങനെ. അപ്പം യു ആർ മൈ കൺമണി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എനിക്ക് മനസ്സിലായി, അത്രയും മതി, അതിൻ്റെ അപ്പുറത്തോട്ട് പോകണ്ട. അപ്പം അങ്ങനത്തെ ഒരു സാധനം, ഒരു ബ്രീഫ് തന്നു. അവൻ എപ്പോഴും ബോട്ടിൽ ഒരു പെണ്ണിനെ കാണാൻ തോന്നുന്നു, അവൾ ഇറങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് വേറൊരു പെണ്ണ് വരുന്നു, അവളുമായിട്ട് നടന്നു പോകുന്നു. പക്ഷേ അതിൻ്റെ ഒരു നമ്മൾ പാട്ട് എഴുതി വരുമ്പം അതിലൊരു ടേസ്റ്റ്ലെസ്നെസ് തോന്നരുത്, ആൾക്ക് തോന്നില്ല ഇതെന്ത് നായകനാണ്, ഒരു പെണ്ണുമായിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത പെണ്ണുമായിട്ട് കയറി. അപ്പോൾ ഒരു ഫ്ലർട്ടി, അങ്ങോട്ടും പോകാൻ പാടില്ല, അതിനൊരു നല്ല സ്പേസിൽ നിർത്തുക, ഒരു ഫ്രണ്ട്ലി ക്യൂട്ട് സ്പേസിൽ നിർത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ പഞ്ചാര പഞ്ചിന് അവൻ പറഞ്ഞാൽ ഇതുപോലെ അതിനൊരു ഗാന സ്വഭാവമുള്ള പാട്ട് തന്നെ മതി, നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം ബാക്കി എല്ലാം ഇങ്ങനെ ഹാർഡ് വെസ്റ്റേണൈസ്ഡ് പരിപാടി നിൽക്കുമ്പം ഈ ഒരു ഗാന പരിപാടി ആയിരിക്കത്തില്ലേ നല്ലതെന്ന് പറഞ്ഞു. വിഷ്ണുവും അവനും കൂടെ ഓൾറെഡി അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ, അതാണ് അന്തോണിദാസിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് അങ്ങനത്തെ ഗാന സൗണ്ടിങ് തന്നെ ആക്കാം. അതുപോലെ ഈ എവരിഡേയിൽ കാണിച്ചിരിക്കുന്നത് നീമ്പു നാരങ്ങ ലെമൺ, നീ എൻ്റെ പ്രേമ വുമൺ, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ വുമണിനെ ഒരു വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണം എന്താ? നാരങ്ങയായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പം പടത്തിൻ്റെ കഥ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 റിലേഷൻഷിപ്പ്, ക്രഷ് എന്ന് പറയാം, റിലേഷൻഷിപ്പ് എന്നൊന്നും പറയാനില്ല. പുള്ളിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന 3 കുട്ടികളുണ്ട് പുള്ളിക്ക്. അത് പല രീതിയിലാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഒരാൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളുണ്ടാവും, ഒരാൾ കുറച്ചുകൂടെ അപ്പീലിംഗ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഐ ക്യാൻഡി എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ്നെസ് തോന്നുന്നു. ഒരാൾ അവരുടെ സ്കില്ല് കൊണ്ട് ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടാവും. അങ്ങനെ ഈ 3 പെൺകുട്ടികളുടെ ഇടയിലാണ് ഈ പയ്യൻ. അപ്പം അവന് ഏതാണ് അത് നമ്മൾ എല്ലാവരും, നമ്മളൊക്കെ ഈ അഡോളസൻസ് ആ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എവിടെയാണ്, നമുക്ക് എന്താണ് നമ്മുടെ ഇഷ്ടം എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പോകും. ചില ദിവസം നമുക്ക് അത് ഇഷ്ടപ്പെടും, കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാ മനസ്സിലാകുന്നത്. അപ്പോൾ ലെമൺ എന്ന് പറയുന്ന ഞാൻ ആ ഫ്രഷ് എന്ന് പറയുന്ന ഒരു സാധനം, ലെമൺ അങ്ങനെ ഒരു നമ്മുടെ തലയിൽ അങ്ങനെ ഒരു ബോധം പോലും ഫ്രഷ് എന്ന്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ഇത് 3 ഒന്ന് തന്നെയുള്ളത്, നീമ്പും നാരങ്ങയും ലെമണും 3 ഭാഷയിലെ നാരങ്ങയ്ക്ക് പറയുന്ന പേരുകളാണ്. അപ്പോൾ ഇവന് 3 ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു പുളിയും, അതാണ് അതിനിടയ്ക്ക് കണ്ണിറക്കി മുന്നാലെ കണ്ടയുടൻ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലെമൺ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണടഞ്ഞ പോലെ പുളി കാരണം. അപ്പം അതുപോലെ ഷീ ഈസ് ബ്യൂട്ടിഫുൾ ലൈക്ക് ദാറ്റ്. വെൻ സംബഡി സീസ് ഹർ, അവരൊന്ന് വിങ്ക് ചെയ്ത് പോവും. ഈവൻ അവൾ മിററിൻ്റെ മുമ്പിൽ നിന്ന് ഒരുങ്ങുമ്പോൾ മിററും ഒന്ന് ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കും അവളോട് എന്നുള്ളൊരു സാധനം, ഇച്ചിരി ഒരു പോയറ്റിക്കായിട്ടൊരു സാധനം അവിടെ വെച്ചു. പിന്നെ അതിനൊരു ക്യാച്ചി ലൈൻ അങ്ങനെ വെച്ചിട്ടുള്ളൂ.
പക്ഷെ അതിൽ ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ അങ്ങനെ വേർഡ്സ് ഉണ്ടാക്കും. ഇപ്പോൾ പ്രേമബിൾ എന്ന് പറഞ്ഞു എന്നൊക്കെ അങ്ങനത്തെ വാക്കുണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ എല്ലാ പടത്തിലും നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ നമ്മൾ പൊന്മാലിൽ ബ്രൈഡാത്തി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഇങ്ങനെ ബ്രൈഡിനെയും പെണ്ണാത്തി എന്നൊക്കെ വിളിക്കുന്ന പോലെ ചുരുക്കി ബ്രൈഡാത്തി. അപ്പോൾ എനിക്ക് അങ്ങനെ വാക്കുകൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കൂടുതലായിട്ട് ഹുക്ക് വേർഡ്സ് ആണ് കൂടുതലും പാട്ടുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഹജ്ജ എന്നുള്ള ഒരു വേർഡ് വന്നിട്ടുണ്ട്. അതെങ്ങനെ ആ വേർഡ് വന്നത്? അതിൻ്റെ അത് ഇങ്ങനെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ പാട്ടുണ്ടാക്കിയപ്പം അതിൻ്റെ ആദ്യത്തെ ട്യൂണിൽ ഇങ്ങനെ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം അതിന് ഒരു ലിറിക്ക് വെച്ച് അപ്പം മലയാളമൊക്കെ വെച്ചാൽ ഒരു ഭയങ്കര ഏച്ച് കെട്ട് ഫീൽ ചെയ്യുന്ന ഒരു സൗണ്ട്. അപ്പം ഞാൻ ആദ്യം പോലെ വിഷ്ണുവും പണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയണം അവിടെ ഒരു ഹിന്ദി പക്കായിട്ടിരിക്കും, നല്ല രസമായിരിക്കും അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഹജ്ജാന്ന് വെച്ചാൽ ഇങ്ങനെ മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വേർഡാണ് ഹിന്ദിയിൽ. അപ്പം ഞങ്ങൾ അത് പറയാം. പക്ഷെ അത് പറയുമ്പം വലിയവരെ കൊണ്ട് പറയിപ്പിച്ചാൽ ഭയങ്കര റൂഡ് പോലെ ഫീൽ ചെയ്യും. നമ്മൾ ഭയങ്കര അഹങ്കാരത്തിൻ്റെ ഒരു സ്പേസ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് അപ്പോൾ ഞങ്ങൾ അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചാൽ കുറച്ചുകൂടെ മൈൽഡായിട്ട് നിൽക്കും അവിടെ. അപ്പം അങ്ങനെ ഓക്കെ അങ്ങനെ വെച്ച് അങ്ങനെ പല വാക്കുകളും ട്രൈ ചെയ്തു. പക്ഷെ ഹജ്ജ ഭയങ്കര രസമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹട്ട് എന്ന് പറഞ്ഞ ആ വാക്ക് ആ ഒരു സൗണ്ടിങ്ങും ഭയങ്കര രസമുണ്ട്. ഈ പടത്തിൽ എല്ലാ പാട്ടും നേരത്തെ കമ്പോസ് ചെയ്ത് വെച്ചായിരുന്നു? അപ്പോൾ അല്ല, ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇത് കമ്പോസിഷൻ ഇരുന്നത്. കാരണം അങ്ങനെ ലിപ്പുള്ള പാട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ സിറ്റുവേഷൻ നമുക്ക് കുറെ കൂടെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അപ്പം ഞങ്ങളോട് തന്നെ ഫുട്ടേജ് ഒക്കെ വരട്ടെ. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം സിനിമ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം നമുക്ക് ഇത്ര പാട്ടുകൾ കുറേ ഉണ്ട്. അപ്പം നമുക്ക് സ്കോർ വൈസിലാണെങ്കിലും ഇപ്പോൾ ബോക്സിങ് മാച്ചുകളാണ് സെക്കൻഡ് ഹാഫ് മൊത്തം. അപ്പോൾ അതിലൊക്കെ റാപ്പുകൾ, ചെറിയ വാക്കുകൾ വെച്ചിട്ടുള്ള ചെറിയ കസർത്തുകൾ, അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പം കാരണം അല്ലാതെ അത് ഇതിനെ മൊത്തത്തിലൊന്ന് പൊതിഞ്ഞ് നിർത്താൻ മാർഗ്ഗമില്ല. അത് സ്കോർ വൈസ് മാത്രം നിൽക്കില്ല, ലിറിക്കലിയും ഭയങ്കര ഇതാണ്. അപ്പോൾ ഞങ്ങളതിങ്ങനെ ചർച്ച ചെയ്തിട്ട് ഓക്കെ നമുക്ക് കുറച്ചധികം പാട്ടുകൾ വരും. 12 പാട്ടുണ്ട് മൊത്തം എല്ലാം കൂടെ. അപ്പോൾ ഓക്കെ. പക്ഷേ പോകുന്ന പോലെ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നോളും. അത് പാട്ടായിട്ട് എനിക്ക് തോന്നുന്നു പഞ്ചാര പഞ്ചും എവരിഡേ മാത്രമേ പാട്ട് എന്നുള്ള സ്ഥലത്ത് പിന്നെ ഹജ്ജായാണ് അങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കും. ബാക്കിയെല്ലാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിലൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന പോലെ. പിന്നെ പഞ്ചാര പഞ്ച് ഇതുപോലെ തന്നെ ആ ബോക്സിങ്ങിന്റെ പഞ്ച് ശരിക്കും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ പാട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് മനോഹരമായിട്ട് ഷൂട്ടും ചെയ്തിട്ടുണ്ടല്ലോ. ആ ബോക്സിങ്ങും അനഘയുടെ ബോക്സിങ് ആക്ഷൻസും കാര്യങ്ങളും അത് സുഹൈൽ പറഞ്ഞാണ്. അതെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു വാക്ക്. അപ്പൊ ഞാനിങ്ങനെ കുറെ പഞ്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്ന മലയാളം വാക്കുകൾ നോക്കണം. അപ്പൊ പഞ്ചാരക്കകത്ത് പഞ്ചുണ്ട്, പഞ്ചാഗ്നിക്കകത്ത് പഞ്ചുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയണം നമുക്ക് അങ്ങനത്തെ ഒരു വേർഡ് പ്ലേ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് രസം ഉണ്ടാവും. അങ്ങനെ വന്നാണ് പഞ്ചാര പഞ്ച് എന്നുള്ള സാധനം. പിന്നെ ഇങ്ങനെ 5 രൂപ മഞ്ച് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ ഇങ്ങനെ 5 രൂപ മഞ്ചൊക്കെ നമുക്ക് അല്ലേ. അത് ഞാൻ പറഞ്ഞ എനിക്കത് നമ്മളുടെ ഒരു ജനറേഷനിൽ നമ്മളൊക്കെ ഭയങ്കര സിറ്റിക്കകത്ത് അങ്ങനെ പണ്ടത്തെ ഈ പാടവും പൂക്കളും നിലാവൊക്കെ അതൊന്നും കണ്ടില്ലേ. ഈ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ തൊട്ടടുത്ത് വീടുകൾ, ഇപ്പുറത്ത് നോക്കുമ്പോഴും തൊട്ടടുത്ത് മതിൽ, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളൊക്കെ വളർന്നത്. അപ്പം ബാക്കി ഇങ്ങനെയുള്ള ബ്യൂട്ടി ഇമേജറി ഇനി എടുക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. സ്ഥലമൊക്കെ ചുരുങ്ങിപ്പോയി, സിറ്റി വളർന്നു, റോഡുകളായി, മോളുകളായി, വീടുകളായി, കോൺക്രീറ്റ് സ്ഥലങ്ങളായി. അപ്പം പിന്നെ എന്തായിരിക്കും ആ ഒരു ജനറേഷനിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത്? പണ്ട് താമരക്കുളവും അമ്പലവും ഉപയോഗിച്ച പോലെ നമ്മൾ. അപ്പം ഞാൻ ഓക്കെ ഒരു മഞ്ച് പോലെ സ്വീറ്റാണ് എന്ന് പറയാൻ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. സുഹൈൽ പൊതുവെ ജെൻസി വേർഡ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് നമ്പർ പോലത്തെ പാട്ടുകളാണല്ലോ കൂടുതലും എഴുതിയേക്കുന്നത്. പക്ഷെ പൊന്മാനിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചിത്രാമ്മ പാടിയ പാട്ടൊക്കെ ഭയങ്കര മെലഡിക്കായിട്ട് ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. അങ്ങനെയുള്ള പാട്ടുകൾ എഴുതുമ്പോൾ എന്താ തോന്നുന്നത്? അത് ഇപ്പം ഞാനെപ്പോഴും അങ്ങനെ ഇപ്പം എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരു നമ്മളൊരു ടൈപ്പ് എഴുത്തുകാരൻ അങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്കൊരു പേടി ഉണ്ടാവില്ല. അവൻ അങ്ങനത്തെയാണ്. ഇപ്പം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് മാപ്പിളപ്പാട്ടുകളൊക്കെ പോലത്തെ പാട്ടുകൾ ഞാൻ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കര സ്പീഡ് ചടുലതയാണ് അതിന്. അപ്പം അങ്ങനത്തെ ഇച്ചിരി ട്രിക്കി അങ്ങനത്തെ ട്രിക്കി പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഹിഷാമുമായിട്ടൊക്കെ 1-2 കിട്ടുന്നത് ഭയങ്കര ഹിറ്റാണ് അതൊക്കെ. അപ്പോൾ എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. പോയറ്റിക്കായിട്ട് എഴുതുന്നത് ഇഷ്ടമാണ്. മെലോഡിയസ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റും കൂടെ ചെയ്ത ഹിജാബി എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. ഹിജാബി ഒക്കെ അങ്ങനെ മെലഡി നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ പോലത്തെ പാട്ടുകൾ അതും ഇഷ്ടമാണ്. പക്ഷേ ഇതെല്ലാം തന്നെ സിനിമ ഡിമാൻഡ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം പൊന്മാൻ സിനിമ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സിനിമ അങ്ങനെ ഒരു റൈറ്റേഴ്സ് സിനിമയാണല്ലോ. അതൊരു പുസ്തകത്തിൽ നിന്ന് സിനിമ ആകുന്നതിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അഡാപ്റ്റ് ചെയ്തതിൻ്റെ ക്വാളിറ്റി ഉണ്ട്, ഡയലോഗും ബേസിൻ്റെ ഒക്കെ അപാര പെർഫോമൻസുകളുണ്ട്. അപ്പോൾ ജ്യോതിഷേട്ടനും അവരുടെ ക്രൂവും എല്ലാം തന്നെ ഭയങ്കര സീരിയസ് ഫിലിം മേക്കേഴ്സ് അവരെല്ലാം. അപ്പോൾ അവിടെ ഞാനും ജസ്റ്റിനും കൂടെ അവരുടെ കൂടെ അവിടെ തുരുത്തി. ജോഷിയേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോവാ, അതൊന്ന് കാണാം അവിടേക്ക്. അപ്പോൾ ഈ മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഇച്ചിരി ഉള്ളിലൊരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഐലൻഡുകളാണ്, നമുക്ക് പാലങ്ങളൊന്നുമില്ല, വെള്ളമില്ലെങ്കിൽ നമ്മൾ പെട്ടവിടെ.
അപ്പം അങ്ങനെ ഇങ്ങനെ പോയിട്ട് അവിടെ ചെറിയ ചെറിയ കൂരകളിൽ ഇങ്ങനെ മനുഷ്യർ താമസിക്കുകയാണ്. അപ്പം എനിക്ക് നമ്മൾ ഈ സിറ്റിയിൽ ജീവിച്ച് നമ്മൾ അയ്യോ എന്ത് പാടാണ്, രാത്രി പേർക്ക് വയ്യാതെ വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെയൊക്കെ തോന്നുന്നു. അവർ നമ്മളെക്കാളും കംഫർട്ടബിൾ ആണ് അവർ ജീവിക്കും. അപ്പം അവിടുത്തെ ഒരു സാധനങ്ങളും ഒരു 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 സൈലൻസ് ഉണ്ട് അവിടെ എപ്പോഴും, ഒരു സാധനം ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കൂടെ 2 ദിവസം അവിടെ നിന്നു. 3ാമത്തെ നമുക്ക് പ്രാന്ത് പിടിക്കും. അപ്പം ഞാൻ അവിടെ പോവാം. അപ്പോൾ പക്ഷേ അപ്പം പിന്നീട് ഞങ്ങൾ വന്നിരുന്നു ഇവനിങ്ങനെ അതിൻ്റെ അകത്തൊരു പാട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ സ്വർണത്തിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് ലാസ്റ്റ് ബേസിലിൽ അവൾ എന്തോ ഒരു തുണ കണ്ടെത്തുന്ന ഒരു മൊമെൻറ്റിൽ അവളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ ഒരു തീരം. അതാണ് അവർക്ക് റൊമാൻസ് ഒന്നുമല്ല, എന്തോ ചിലപ്പോൾ എപ്പോഴെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആയേക്കാം എന്നൊരു തോട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെ പറഞ്ഞാൽ മതിയിടാന്ന് പറഞ്ഞിട്ട് ജോഷൻ. അപ്പം ഞാൻ പിന്നെ അതുമൊക്കെ 1 ഗോയിൽ ഞാൻ ഇരുന്ന് എഴുതി. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇന്ദുഗോപൻ ചേട്ടൻ വിളിച്ചു, അടിപൊളിയാണ്. ശരിക്കും മെലഡി എഴുതുന്നതാണോ എളുപ്പം അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പേഴ്സ് എഴുതുന്നതാണോ എളുപ്പം? എനിക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് പരിപാടിയാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് എഴുതുക. മെലഡി എഴുതാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇച്ചിരി കൂടെ സമയം എടുക്കും. എനിക്ക് പെട്ടെന്ന് അങ്ങനെ വഴങ്ങില്ല അങ്ങനത്തെ ഒരു പൊന്മാനിലെ പാട്ടൊക്കെ അല്ല, അത് എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എഴുതാൻ പറ്റി. അത് ചിലപ്പോൾ ചിലത് ഇങ്ങനെ മ്യൂസിക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം ജസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു താരാട്ടിന്റെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഞാൻ ഇത് താരാട്ട് പോലെ ഇരിക്കുന്നു. അപ്പൊ അവൻ അതിന് മുന്നേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ട്. അതേപോലെ ഇങ്ങനെ ഒരു ഭീകര സാധനമൊക്കെ വെച്ചിട്ട് ഡിസ്റ്റോർഷൻ ഗിറ്റാറും ബാളൊക്കെ. എന്നിട്ട് പെട്ടെന്ന് അത് ശാന്തമാകുമ്പോൾ പതിയെ മെലഡി. അപ്പൊ അവൻ അങ്ങനെ ഒരു ഹൈ വെച്ചിട്ട് പെട്ടെന്ന് ഇതിലോട്ട് കയറാം. അപ്പൊ ആളുകൾക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ പോയി നിന്നതും ഈ പാട്ട് എഴുതാൻ സാധിച്ചു നമുക്ക്. അപ്പൊ അതപ്പോൾ ഒരു കുഞ്ഞി കരിക്കാടി തുള്ളണ പോലെ എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഞാനവിടെ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങളൊരു മൂലയ്ക്ക് കുറച്ച് അവർ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ ഷൂട്ടിന് ഇടയ്ക്ക് ഫുട്ടേജ് പോയി കണ്ടു. ഞങ്ങൾ പിന്നെ മാറി അവിടെ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുള്ള് കായലും തുരുത്തുകളും. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഈ കുഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഫ്ലോറോട്ട് പോകുമ്പോൾ ചെമ്മീൻ ഇങ്ങനെ ചെമ്മീൻ കുഞ്ഞിനെയാണ് കരിക്കാടി തന്നെ. അപ്പോൾ അതിങ്ങനെ കിടന്ന് ബ്ലു ബ്ലു ബ്ലൂ എന്നും പറഞ്ഞ ആളുണ്ട്. അപ്പം ഞാൻ അവിടെ ഉള്ള ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഹാപ്പിനെസ് അങ്ങനെ തുള്ളുന്ന അവരുടെ ഇമേജറി അതാ അയക്കാം എന്നൊക്കെ ഇങ്ങനെ തോന്നും. അപ്പം അതെൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നു. അപ്പം ഞാൻ ഈ പാട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ഉള്ളി കുഞ്ഞ് കരിക്കാടി തുള്ളണില്ലേ എന്ന് പറഞ്ഞിട്ടൊരു വരി ഇങ്ങനെ എഴുതി. പിന്നെയാണ് പിന്നെ ഇതിൽ കമ്പോസ് ചെയ്ത് ഇങ്ങനെ വന്നു. ഇപ്പോൾ വിദ്യാസാഗറൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, അതുപോലെ ലിറിസിസ്റ്റ് ഇവരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് അന്നൊക്കെ പാട്ട് കമ്പോസ് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ നിങ്ങളെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പം അങ്ങനെ ചെയ്യാനേ പറ്റില്ല. ഇപ്പം ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ ഒരു സ്ട്രക്ചേർഡ് മെലഡിയിലേ അല്ല നിൽക്കുന്നത്. പിന്നെ വിഷ്വലി കംപ്ലീറ്റ്ലി വേറെ രീതിയിലാണ്. പണ്ട് പാട്ടിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്യല്ലോ പോയി. ഇപ്പോൾ നമ്മൾ മീശമാധവൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ ചിങ്ങമാസം ഒരു ഡാൻസാണ്, ഒരു പരിപാടിയാണ്. അപ്പം അതിൽ തന്നെ ഒരു ലിപ്പുണ്ട്, കാര്യമുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. കുറേ സിറ്റുവേഷൻസ് പോവാണ്, കഥ മൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് കാണാതെ ഇത് എഴുതാനും പറ്റില്ല. എന്താണ് കഥയിൽ പോകുന്നത്? ഇപ്പോൾ നായകൻ പോകുന്നു, അതിനിടയ്ക്ക് ചിലപ്പോൾ ഗേൾഫ്രണ്ടിനെ കാണുന്നു, അവർ ചിലപ്പോൾ കല്യാണം കഴിച്ചു, ആ പാട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു, അവരുടെ ജേണി ഒരാൾ വരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പം കുറേ ഇൻട്രോ സോങ്ങുകൾ നായകൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയാണ്, മടിയനാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വർക്കഹോളിക്കാണ്, അപ്പോൾ അങ്ങനെ ചൊല്ലുന്ന പാട്ടുകൾ. ഇതൊന്നും നമുക്കിങ്ങനെ നേരത്തെ കമ്പോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ടിങ് മാറിയല്ലോ, പാട്ടിൻ്റെ സൗണ്ടിങ് റഹ്മാനൊക്കെ വന്നതിന് ശേഷമുള്ള കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡിജിറ്റൽ മ്യൂസിക്, EDM മ്യൂസിക്, പുറത്തുള്ള മ്യൂസിക്കുകൾ, വിദേശ സൗണ്ടിങ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു. അപ്പം മ്യൂസിക് ഡയറക്ടർമാരും ഭയങ്കര കീനാണ്. ഇപ്പോൾ ഹൃദയത്തിലൊക്കെ ഹിഷാമ് പോയിട്ട് ടർക്കിയിലുള്ള മ്യൂസീഷ്യൻസിനൊക്കെ കൊണ്ടുവന്ന് വായിപ്പിക്കണം. ഇപ്പോൾ ഹംഗറിയിലുള്ള ഓർക്കസ്ട്ര ആണ് ജസ്റ്റിനൊക്കെ ജോജി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ജോജിയിൽ ജസ്റ്റും പോയിട്ട് ഹംഗറിയിലുള്ള മ്യൂസീഷ്യൻസിനെ കൊണ്ടുവന്ന് ബാക്കിൽ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അംബിഷൻ വരുന്നത്. അപ്പോൾ ഇതൊന്നും ഇപ്പം ഈ 2-3 മണിക്കൂർ കൊണ്ട് നടക്കില്ലല്ലോ, ഒരു വലിയ പ്രൊജക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവർക്ക് മാക്സിമം ഒരു വർഷം 4 പടമോ 5 പടമോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മ്യൂസിക് ഡയറക്ടർ മാക്സിമം. സുഹേലിന്റെ രീതി എങ്ങനെയാണ് ശരിക്കും എഴുത്തിൽ? ഇപ്പം 90% പാട്ടുകളും ഓൾറെഡി ചെയ്തിട്ടാണ് വരിക. ട്യൂൺ നമുക്ക് അയച്ചിരുന്നു, ഞാനിരുന്ന് വീട്ടിലിരുന്നോ എവിടെയെല്ലാം എൻ്റെ സൗകര്യം പോലെ എവിടെയെല്ലാം ഇരുന്ന് എഴുതുന്നു, അങ്ങനെയാണ്. ചിലപ്പോൾ മാത്രം നമ്മൾ ഇതുപോലെ അതിന് മുമ്പ് ഒരു പ്രീ മീറ്റിംഗ് ഉണ്ടാവും. പാട്ട് എഴുതൽ വളരെ കുറവാട്ടോ. ഒരു ചിലപ്പോൾ ഇങ്ങനെ ചില വരികൾ മാത്രം. ഇപ്പം നമ്മൾ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ അശുഭമംഗളക്കാരി എന്ന് പറഞ്ഞ സാധനം, അത് വരി ആദ്യം എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയണേ, ഇങ്ങനെ ഒരു വരി നമുക്ക് ഒരു ഹുക്കായിട്ട് വെക്കാൻ പറ്റും, എന്നിട്ട് അതിന് ചുറ്റിനും ഒരു പാട്ടുണ്ടാക്കാൻ. ചിലപ്പോഴൊക്കെ അങ്ങനെ വരും. ഹൈബ്രിഡ് ഈ എവറിഡേ എന്നുള്ള സാധനവും ഞാൻ അങ്ങനെ നീമ്പൂന്നാരങ്ങാലും അതിങ്ങനെ ഇവനൊരു ബീറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ആ ബീറ്റ് കേട്ടിട്ട് ഏകദേശം അതിൻ്റെ എവിടെയെങ്കിലൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ 4-5 വരി എഴുതുന്നു, അത് വിഷ്ണു കൊടുക്കുന്നു, വിഷ്ണു അത് തന്നെ പാടുന്നു, അവൻ തന്നെ അപ്പം തന്നെ ട്യൂൺ ഇട്ട് അത് പാടുന്നു, ആ ബീറ്റിൽ അത് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു
ഒരു ഹൈബ്രിഡ് കൊളാബ് പരിപാടി. അപ്പോൾ ഒരു രണ്ടുപേരും കൂടെ കിട്ടുവാടാ, ഇതുപോലെ തന്നെ ഒരു രണ്ടുപേരും കൂടെ കിട്ടുമോ? അപ്പോൾ അങ്ങനെ തന്നെ രണ്ടുപേരും. അപ്പോൾ ഞാൻ പറയാം എടാ വേറെ സാധനം ഇവിടെ വെക്കാൻ പറ്റും ഇങ്ങനെ, അത് വെക്കും. അങ്ങനെ ഒരു കൊളാബ് പരിപാടി ഇപ്പം നടക്കാം. എനിക്കതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ ഇവർക്കും ടൈമുണ്ട്. ചിലപ്പം ഇപ്പം ഗോവിന്ദോട്ടൊക്കെ ചെയ്യുമ്പോൾ ഗോവിന്ദൊക്കെ മിക്കവാറും ട്രാവലിങ്, അവന് ബാൻഡും ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ ട്രാവലിങ്ങും ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ബ്രോമാൻസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അപ്പോൾ ഞാൻ ഗോവിന്ദ വിളിക്കുമ്പോൾ കാണാറില്ല, ഞാൻ ലാസ്റ്റ് ദിവസമാണ് അവനെ കണ്ടത്. അപ്പം കുറച്ച് രണ്ടുപേരും പാട്ടുകളൊക്കെ വേണമായിരുന്നു എൻ്റെ സ്കോറിൽ അവിടെ ഇവിടെ. അപ്പം ജസ്റ്റ് അവൻ്റെ ഫ്ലാറ്റിൽ പോയി ഒരു ഇരുന്ന് ടകളാന്ന് തീർത്തിട്ട് പോകും. പ്രണയത്തിൽ വരുമ്പം ഒരു യാണറുണ്ടാകും, ഇപ്പം പൊന്മാനിൽ അതിനൊരു യാണറുണ്ടാകും. അപ്പൊ എങ്ങനത്തെ യാണേഴ്സ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം, പുതിയ മെറ്റഫോഴ്സ് ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റിയാൽ അത് വാക്കിൽ, പ്രയോഗത്തിൽ, അതിനകത്ത് ഉപയോഗിക്കുന്ന ഉപമയിൽ ഒക്കെ നമുക്ക് ഏറ്റവും ബ്രാൻഡ് ന്യൂ സാധനം, ചിന്തകൾ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയാൽ ഞാൻ ഹാപ്പിയാണ്. അതിൽ ഏത് ജോണ്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. മെലഡി അല്ലെങ്കിൽ ഭയങ്കര റാപ്പ് സൗണ്ടിങ് പാട്ടുകൾ, ഒച്ചപ്പാട്ടുകൾ, ബഹളം, തമാശ പാട്ടുകൾ, ഇപ്പം നമ്മൾ എന്ത് വിധി ഇത് എന്നൊക്കെ ഉള്ള പാട്ട് ഞാൻ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് വേണ്ടി എഴുതുമ്പോൾ അപ്പോൾ അതൊരു വേറൊരു ജോണ്ടറാണ്, നമ്മൾ എഴുതാത്തൊരു ജോണ്ടറാണ്. അവന് ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടില്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭാസ്കര മാഷൊക്കെ ഇങ്ങനെ കളിയാക്കി പാട്ടുകൾ, കൊല്ലം നടക്കണ കുമ്പുള്ള വാപ്പ എന്നൊക്കെ ഉള്ള പാട്ട്, ഭാസ്കര മാഷ എല്ലാം തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയാം അങ്ങനത്തെ പാട്ടുകളൊക്കെ ഭയങ്കര രസം, കണ്ടം വെച്ചൊരു കോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പാട്ടുകൾ അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. പിന്നെ അങ്ങനെ നായകൻ അല്ലെ നായിക സ്വയം കളിയാക്കുന്ന, ട്രോൾ ചെയ്യുന്ന പാട്ടുകളില്ല ഇപ്പൊ. പക്ഷെ വീണ്ടും വന്നു, നമ്മൾ സ്വയം ട്രോളിലോട്ട് വീണ്ടും വന്നു. അതാ ഞാൻ പറയാം, അത് അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ അത് സ്വയം ട്രോള് പാട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റിനും കൂടെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യണല്ല അതിങ്ങനെ എങ്ങനെ. അപ്പോൾ വിദ്യാധരൻ മാഷിന്റെ സൗണ്ട് അതിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് വേറൊരു കളർ വരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതിങ്ങനെ ഒരു ഈ വിദ്യാധരൻ മാഷെ കൊണ്ട് പാടിക്കാന്നുള്ളത് ആരുടെ? അത് ജസ്റ്റിന്റെ തീരുമാനം. ജസ്റ്റിന് ആദ്യമേ പറയണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതിൻ്റെ അതൊക്കെ ഇങ്ങനെ ദൈവമേ ദൈവമേ എന്നൊരു നിലവിളി പോലെ ഉണ്ട്, ഒരു പ്രാർത്ഥന പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് അത് ജസ്റ്റ് ഇങ്ങനെ ആദ്യം പോലെ പറയുന്നുണ്ട്, എടാ എനിക്ക് അതിൻ്റെ അതൊക്കെ ഇങ്ങനെ ഒരു പാട്ടെങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു പ്രാർത്ഥന സ്വഭാവം വേണം. പക്ഷെ അതിൻ്റെ ഒരു നാടക ഗാനങ്ങളുടെയൊക്കെ സൗണ്ടിങ്. അപ്പം വിദ്യാധരൻ മാഷിൻ്റെ കാര്യം ജസ്റ്റ് വന്നു, വിദ്യാധരൻ മാഷിനൊക്കെ കൊണ്ട് പാടിച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു പാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാധരൻ മാഷിലോട്ട് പോകാൻ നമുക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് എഴുതിയത്. അന്നേരം വിദ്യാധരൻ മാഷിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അല്ല പുള്ളി അതേ ഇതൊക്കെ വർക്കാവും, എന്തൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ പുള്ളിക്ക് അത് കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആ സെൻസ് മനസ്സിലായി. ഓക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ മാർക്കോസ് സാറിനെ കൊണ്ട് ചായപ്പാനി തപ്പിയില്ല നമ്മൾ പ്രേമലൂർ പാടിക്കുമ്പോൾ അപ്പോൾ പുള്ളി ഇത് ഓക്കെ ആണോ, അവരും ഇത് എക്സ്പ്ലോർ ചെയ്യാണ്. അതാണ് അവരിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിന്. അവർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ട്, നമ്മൾ അവരും കോമാളിയായി പോകുമല്ലോ, അവർ ഇത്രയും നാളും ചെയ്തു വെച്ചൊരു ലെഗസി ഉണ്ടല്ലോ, അതിനെ പൊട്ടിക്കാനും പാടില്ലല്ലോ. അപ്പോൾ പക്ഷെ നമ്മളതിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് സാറേ. ഇത് ഇങ്ങനെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കണ വരികൾ, വാക്കുകൾ, കാര്യങ്ങൾക്ക് അതിൻ്റെ ഭംഗി പറഞ്ഞെങ്കിൽ സാറിൻ്റെ സ്വരത്തിൽ കൂടെ അത് കേൾക്കണം. ചായപ്പാനി തപ്പിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ATM വാതിക്കെ നിന്നിട്ട് ഭാഗത്തോട്ട് പൈസ എടുക്കാൻ പോകുന്ന പെണ്ണിനെ നോക്കി ഫ്ലേർട്ട് ചെയ്യുന്ന ഒരുത്തൻ്റെ പോയിന്റിൽ ഇങ്ങനെ പറഞ്ഞു പോവാ. അപ്പൊ അതിനൊരു ഫണ്ട് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇപ്പൊ പണ്ട് നമ്മള് നീ അമ്പലത്തിന്റെ വാതിക്കൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു എന്നൊക്കെയാണല്ലോ പറയണം. അപ്പൊ ഞാൻ അതിന്റെ തന്നെ ഒരു വെർഷൻ, വേറൊരു വെർഷൻ, ഒരു ന്യൂജൻ വെർഷൻ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ചായിരിക്കും നമ്മൾ കാണുന്നത്, ഇപ്പം ചിലപ്പോൾ ATM വാതിക്കലായിരിക്കും കാണുന്നത് എന്നുള്ളൊരു തോട്ടിൽ വെക്കണം. പക്ഷെ അത് ഒരാൾ കൺവേ ചെയ്യേണ്ടതുണ്ട് അത്യാവശ്യമായിട്ട്. അത് മെലോഡീസ് ആയിട്ട് തന്നെ കൺവേ ചെയ്യേണ്ടതുണ്ട്. അതിൽ ടു മച്ച് ഫണ്ണും ആയി പോകരുത്, ടു സീരിയസും ആയി പോകരുത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈൻ ലൈനിലത് നിൽക്കുകയും വേണം. അപ്പോൾ മാർക്കോ സാർ വരുമ്പം അത് കിട്ടും, ജനങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ ഇവരുദ്ദേശിച്ച് ഇതാണ് എന്നുള്ള സാധനം. അല്ലെങ്കിൽ ഇതിന് ഒരു ഭയങ്കര തിൻ ലൈനാണ്. അങ്ങോട്ട് മാറിയാൽ ഇതൊരു ഫ്രീക്ക് വാട്ട് എന്നൊക്കെ പറഞ്ഞുള്ള കോമാളിത്തരത്തിലേക്ക് പോകും, ഇങ്ങോട്ട് പാളിയ ഇത് ടു സീരിയസ് ആയിട്ട് ഇവന്മാർ എന്തോടെ കാണിച്ചു വെച്ചെന്ന് പോകും. അപ്പോൾ ഒരു ഭയങ്കര തിൻ ലൈൻ. അപ്പോൾ അതിൽ വോയിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എവറി ഡേ എന്ന് പറയുന്നത് ഈ സഞ്ജിത് ഹെഗ്ഡെ എന്ന് പറയുന്നത് കർണാടകയിലുള്ള ഒരു ഭയങ്കര ഫേമസ് ബോംബെയിലുള്ള പാട്ടുകാരനാണ്. അപ്പോൾ പുള്ളീനെ കൊണ്ടുവരുന്നതാണ് പുള്ളി. അപ്പോൾ ഇംഗ്ലീഷ് വാക്കിനും അതേ പ്രൊണൗൺസിയേഷൻ വേണം. മലയാളം നമുക്ക് എങ്ങനെയും കുത്തിയിരുത്തി പഠിപ്പിച്ച് അവനെ കൊണ്ടെടുക്കാം. അവന് പക്ഷേ നല്ലോണം ആക്സെൻറ്റ് ക്യാച്ച് ചെയ്യുന്ന ഒരുത്തന്നെ, പെട്ടെന്ന് പിടിക്കും പുള്ളി. പക്ഷേ കന്നഡയിലാണ് എഴുതിയെടുക്കുക. ഞാൻ ലിറിക്സ് പറഞ്ഞു കൊടുക്കും, പുള്ളി കന്നഡയിൽ അത് എഴുതിയെടുക്കും. എന്നിട്ട് കന്നഡയിൽ നിന്ന് പുള്ളി ഓരോ വാക്കും പ്രൊണൗൺസിയേഷൻ കറക്റ്റാക്കി എന്നിട്ട് പിന്നെ നന്നായിട്ട് പാടും. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ഇംഗ്ലീഷ് വാക്ക് നൈസായിട്ട് കയറുമ്പോൾ അറിയില്ല. മലയാളം പ്രോപ്പർലി ശുദ്ധ മലയാളവും പിടിച്ച് ശുദ്ധ ഇംഗ്ലീഷും പിടിച്ച് ഇത് രണ്ടും കൂടെ ചേരില്ല. ഇതിനൊരു ഫ്ലോയിൽ പിടിക്കണം. എൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്,
അപ്പം അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പുള്ളിയിലേക്ക് എങ്ങനെ എത്തുന്നത് ഇപ്പൊ? സഞ്ജീത്ത് ഞങ്ങളുടെ കൂടെ മറ്റേ കുട്ടിക്കുടി എന്ന് പറഞ്ഞ പാട്ട് പ്രേമലുവല്ല പുള്ളിയാണ് പാടിക്കുന്നത്. വിഷ്ണുവായിട്ട് ഭയങ്കര ക്ലോസ് ആണ് പുള്ളി. പുള്ളി അങ്ങനെ അധികം പാട്ട് അങ്ങനെ പാടാറില്ല. അപ്പോൾ പക്ഷേ പുള്ളിക്ക് വേറെ വലിയൊരു ലേബലിലൊക്കെയാണ് പുള്ളി സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ വിഷ്ണുവായിട്ടുള്ള പേഴ്സണൽ ബന്ധം വെച്ചിട്ട് പുള്ളി പാടാൻ റെഡിയായതാണ്. ശരിക്കും എനിക്കൊരു പടത്തിൽ ലിറിക്സ് എഴുതണമെന്ന് തോന്നിയത് എങ്ങനെയാ? അത് അങ്ങനെ വേറെ അങ്ങനെ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാനിത് ഇപ്പം പണ്ട് എഴുതും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ സ്കൂൾ മാഗസിൻ കോളേജ് മാഗസിനൊക്കെ എഴുതുന്നപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു പണ്ട്. ആ സമയത്ത് ആലപ്പുഴ ഉണ്ടായിരുന്നപ്പോൾ കോളേജ് ബാൻഡ് ബേസിക്കലി ചുമ്മാ ഷോ ഓഫ് കാണിക്കാനുള്ള ഒരു ബാൻഡ് പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇംഗ്ലീഷ് പാട്ടും ഹിന്ദി പാട്ടൊക്കെ പാടുക അങ്ങനെ. അപ്പോൾ എഴുതും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കമ്പോസ് ചെയ്യാനാകുമ്പോൾ അപ്പോൾ എഴുതും. അപ്പോൾ എഴുതാൻ പറ്റുന്നൊരു സാധനം എവിടെയോ തലമുണ്ട്. പിന്നെ ഞാൻ പുറത്തൊക്കെ ആയിരുന്നു ജോലിയും അതൊക്കെ ഇട്ട് പോയി. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ സാജിദേഹി എന്ന് പറയും നമ്മുടെ ഡയറക്ടർ, ഭയങ്കര ക്ലോസ് ഫ്രണ്ടും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഞങ്ങൾ ഒരു നാട്ടിലെ ആലപ്പുഴക്കാർ. അപ്പോൾ സാജിദിൻ്റെ ഫ്രണ്ട്സാണ് ഷമീർ മുഹമ്മദും ജോമോനൊക്കെ. അപ്പോൾ ഇവർ എപ്പോഴും ആലപ്പുഴ ഞങ്ങൾ ബീച്ചിൽ അവിടെ ഒരു കഫേ ഞങ്ങളുടെ ഒരു ഹാങ് ഔട്ട് സ്പേസ് ഉണ്ട്. അവിടെ വരും വൈകുന്നേരമൊക്കെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കടലിൽ നീന്താനൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർ ചെയ്തത്. അപ്പോൾ ഞാൻ സാജിദ് കൽബ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടിയിലൊക്കെ ഇരിക്കുന്ന സമയം അന്ന് ഇരിക്കുന്ന ഒരു പരിപാടി ആലോചനയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മ്യൂസിക് ഡയറക്ടർ, പുള്ളി ഒരു മ്യൂസീഷ്യനാണ്, ഞങ്ങളുടെ ബാൻഡിൽ ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് വിമൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഞാനും കൂടി ഇരുന്നിടക്ക് കമ്പോസ് ചെയ്യുന്ന പാട്ടൊക്കെ സാധ്യത കേൾക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനും ഷമീറും ഒരു ദിവസം കേട്ട് നീ പാട്ട് ഇത് ആരും ഉണ്ടാക്കിയ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കുന്നത് ഫ്രീ ചുമ്മാ ജാമീന്. അപ്പോൾ അവൻ പറഞ്ഞാൽ ഞങ്ങളൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് പ്രൊഡക്ഷനാണ്, തണ്ണീർമത്തൻ ദിനങ്ങളെന്നാണ് പേര്. ഗിരീഷ് ഷെഡി എന്ന് പറഞ്ഞ ഒരാളെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ എൻ്റെ അടുത്തൊന്നും ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഞാൻ ജസ്റ്റ് പോയി കണ്ടു, ഗിരീഷ് ഉണ്ടെന്ന് കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ 2-3 വരി ജസ്റ്റ് എന്തെങ്കിലും വരിയുണ്ട് എഴുത്, എന്നിട്ട് നമുക്ക് അത് കമ്പോസ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജാതിക്കത്തോട്ടെന്നുള്ള പാട്ട് ചെയ്ത് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വന്നു ഹിറ്റായി, പെട്ടെന്ന് സെറ്റായി അങ്ങനെ. അപ്പോൾ പിന്നെ ഓക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നി. അതിൻ്റെ അങ്ങനെയാണ് പിന്നെ ഒരു ആഗ്രഹം അതിന് ശേഷമാണ് ജനിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചു പോകാം എന്നുള്ള വർക്കായിട്ട് ബന്ധപ്പെട്ട് പുറത്തായതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോൾ 1-2 പടങ്ങൾ പെട്ടെന്ന് വന്നു. ചോദിച്ചിട്ടുണ്ടോ എന്തോ വിശ്വാസമാണെന്നുള്ളത്? അതായത് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതല്ല ഞാൻ അതിങ്ങനെ ഒരു സമയം എന്ന് പറഞ്ഞ പോലെ ആ പാട്ട് വർക്കായതിൻ്റെ പുറത്ത് ഒരു ട്രസ്റ്റ് വന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു. ഇപ്പം പിന്നീട് ഗിരീഷിൻ്റെ എല്ലാ പടത്തിലും ഗിരീഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലാണെങ്കിലും എന്നെ എപ്പോഴും ആദ്യമേ വിളിക്കും, കഥ കേൾപ്പിക്കും, എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയും, സംസാരിക്കും. അങ്ങനെ ഗിരീഷായിട്ട് അങ്ങനെ നല്ലൊരു ബന്ധം. ഗിരീഷിന് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഉപമകൾ, കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതെ 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 പുള്ളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ്. പുള്ളിയുടെ കൂട്ടുകാർക്കും പുള്ളിയുടെ ഗ്യാങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ പാട്ട് എഴുതുമ്പം അത് വേറെ പടത്തിൽ പാട്ട് എഴുതിയാലും എന്നെ വിളിക്കും, പറയും എടാ സൂപ്പറാന്ന് പറയും, സ്റ്റോറീസ് ഇടും, ഷെയർ ചെയ്യും. നമ്മുടെ വരികൾക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് തരുന്ന സ്പേസ് അത്.